ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ജേണൽ ഉണ്ടാക്കിയാലോ? ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഒരു ജേണൽ ഉണ്ടാക്കുന്നത്. മുൻപ് ഞാൻ കുറച്ച് ഡയറിയൊക്കെ എഴുതുമായിരുന്നു. അന്നേരം നമ്മൾ ഈ ഡയറിയിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കുറച്ച് പിക്ചേഴ്സൊക്കെ ഒട്ടിച്ചു വെക്കുമെന്നല്ലാണ്ട് ഒരു ജേണൽ പോലെ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ആ ഡയറിയിലൊക്കെ ആ ഒട്ടിച്ചു വെച്ചേക്കുന്നതൊക്കെ കുറേ നാൾ കഴിഞ്ഞിട്ട് എടുത്തു നോക്കുമ്പോഴൊക്കെ നല്ലൊരു ഫീലാണ് അത് കാണുമ്പോൾ. അപ്പോൾ ജേർണൽ ചെയ്താലും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമല്ലോ എന്ന് തോന്നിയിട്ടാണ് ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് ജേർണലൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. ഈ ബുക്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ ഓടിപ്പിടിച്ച് കണ്ടുപിടിച്ചതാട്ടോ. കാരണം എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാനിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ സ്കെച്ചിങ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ജേർണൽ ചെയ്യാനാണെങ്കിലും ഡയറി എഴുതാനാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ടൈപ്പിലുള്ള ബുക്സ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തോ പോലെ. അപ്പം ഞാനിങ്ങനെ കുറേ അന്വേഷിച്ച് എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ടൈപ്പിലുള്ള ബുക്സ് കണ്ടുപിടിക്കും. അങ്ങനെ കുറേ അന്വേഷിച്ചിട്ട് ജേർണൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. അങ്ങനെ കുറേ കടകളിലൊക്കെ കയറി അവസാനം കണ്ടുപിടിച്ചൊരു സാധനമാണ് ഈ ബുക്സ്. ആദ്യം തന്നെ ഞാൻ നമ്മുടെ ബുക്ക് എടുത്ത് ഒരു ഹലോ സെപ്റ്റംബർ ഒക്കെ എഴുതി കൊടുത്ത് കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും വിചാരിക്കുന്നുണ്ടാവും, സെപ്റ്റംബർ മന്ത് എൻഡ് ആയപ്പോഴാണോ സെപ്റ്റംബറിലെ ജേർണൽ എന്ന്. സത്യം പറഞ്ഞാൽ ഈ മന്തിനിടയ്ക്ക് എപ്പോഴേലും ഇതൊന്ന് ചെയ്തിടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, ജേർണൽ അല്ലേ, ജേർണൽ നമുക്ക് എങ്ങനെയും ചെയ്യാമല്ലോ. അപ്പൊ ഈ മന്തിൽ നമുക്ക് കുറേ സ്പെഷ്യാലിറ്റീസും നമ്മുടെ ഓണം ഫെസ്റ്റിവലും അങ്ങനെ കുറേ മെമ്മറീസ് ഒക്കെ നമുക്കുണ്ടല്ലോ. അപ്പൊ അതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഒരു മെമ്മറി ജേർണൽ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ഈ ഒട്ടിച്ചു കൊടുക്കുന്ന ഈ സ്റ്റിക്കേഴ്സില്ലേ, ഇത് നമ്മൾ നേരത്തെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഒരു ബ്രൗൺ പേപ്പർ എടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഐവറി ഷീറ്റും അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലൊരു കലണ്ടർ പോലെ ചെയ്തു കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സെപ്റ്റംബർ മന്തിലൊരു മിനി കലണ്ടറാണ് ഇത്. നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന പോലത്തെ ടൈപ്പാണ്. പിന്നെ ഇത് പണ്ടങ്ങാണ്ട് ഞാൻ എന്തോ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ട് എടുത്തു വെച്ചിരുന്നൊരു പേപ്പറാട്ടോ. അതിൽ ഞാനൊരു ഫ്ലവർ പോലെ, കറക്റ്റ് ഒരു ഫ്ലവർ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ അതിൻ്റെ ഒരു ഷേപ്പ് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടും അതൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് എനിക്ക് പറ്റുന്ന ടൈപ്പിലുള്ള സാധനങ്ങൾ ഞാനൊന്ന് മേക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു ബ്രൗൺ പേപ്പർ ജസ്റ്റ് വെറുതെ കൈകൊണ്ടൊന്ന് കീറിയെടുക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, 2-3 പീസസ് ആക്കിയിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇത് എന്ത് ഐഡിയയിൽ ചെയ്യാം, അങ്ങനെ ഒന്നുമില്ലായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ ഒട്ടിക്കാം എന്നുള്ള ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്തേ. ഇതെൻ്റെ ഒരു പഴയ ഒരു ആർട്ടിക്കിൾസ് ഒക്കെ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ഒരു ബുക്സാണ്. അതിൽ കുറേ പേജസ് ബാക്കിയുണ്ട്. അപ്പോൾ തന്നെ അറിയാലോ, ഇപ്പോൾ അങ്ങനെയുള്ള റൈറ്റിങ്സ് ഒന്നും ഇല്ല. ഇതിൽ ഞാൻ കുറേ ഫ്ലവേഴ്സും പിന്നെ കുറേ ലീഫ് അങ്ങനെ ഇങ്ങനെ ഡ്രൈ ചെയ്ത് യൂസ് ചെയ്യാൻ എന്തൊക്കെ എൻ്റെ കയ്യിൽ കിട്ടോ അതെല്ലാം കൊണ്ടുവന്ന് ഞാൻ ഇതിനകത്താണ് ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ജേർണൽ ചെയ്യുമല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് അതിനകത്തോട്ട് ഒട്ടിക്കാന്ന്. അപ്പോൾ ഒരു വിൻറ്റേജ് തീം ഒക്കെ വരുമല്ലോ, എനിക്ക് വിൻറ്റേജ് തീമിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കൂടുതലും സെർച്ച് ചെയ്താലും കാണുന്നതാണെങ്കിൽ പോലും അങ്ങനെയുള്ള ടൈപ്പാണ്. എനിക്കൊന്ന് കൂടുതലും ഫാൻസ് വിൻറ്റേജ് തീമാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ തീമിൽ ജേർണൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻസ് ഒക്കെ ഇടും കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ അത് ചെയ്യാം. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ബുക്സിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ച കുറേ ഡ്രൈ ഫ്ലവേഴ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഒട്ടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ പഴയ ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. എനിക്കൊരു അബദ്ധം പറ്റിയ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഓണത്തിൻ്റെ തീമിൽ അന്ന് ചെയ്തതുകൊണ്ട് കുറേ ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ പിന്നീട് എനിക്കിനി റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാം ഓൺ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ അഫ്കോഴ്സ് കുറേ ന്യൂസ് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയൊക്കെ കൊടുത്തിട്ട് ഒരു ചുളിവ് പോലെയൊക്കെ വരുത്തിയെന്ന് വെച്ചാൽ ഒരു പഴയതുപോലത്തെ ഒരു
ടൈപ്പിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതലും ഇങ്ങനെ എഴുതിയിരിക്കുന്ന മാത്രമുള്ളതാട്ടോ കട്ട് ചെയ്തെടുത്ത് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്തായാലും അപ്പോൾ ഒരു ജേർണലിനുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് എന്തായാലും ഒരു ജേർണൽ നോക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ആദ്യം കുറച്ച് റാൻഡം ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളൊരു കലണ്ടർ പോലത്തെ സംഭവം ചെയ്തെടുത്തില്ലേ, അപ്പൊ അത് ഈ പേജിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഗമ്മ് തന്നെയാട്ടോ യൂസ് ചെയ്യുന്നത്, കാരണം എൻ്റെ കയ്യിൽ ഇനി വേറെ ഗ്ലൂ ഗൺ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്താ ഗമ്മ് തന്നെ മതി, കാരണം നമ്മളെല്ലാം പേപ്പേഴ്സ് മാതിരത്തെ സംഭവമാണല്ലോ യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ജേർണൽ സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കാരണം ഇതിനങ്ങനെ ഓപ്ഷൻസോ അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പോലെ എല്ലാവർക്കും പേഴ്സണലി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടാണ് എനിക്ക് ജേർണൽ തോന്നിയത്. ഞാൻ അപ്പുറത്ത് സത്യം പറഞ്ഞാൽ കലണ്ടർ ഒട്ടിക്കാൻ നോക്കിയിട്ട് എനിക്ക് സ്പേസ് കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ ചേഞ്ച് ചെയ്തു, അത് ഞാൻ ഇവിടേക്ക് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ ഒരു ഡ്രൈ ഫ്ലവർ കൂടി വെച്ചു കൊടുത്തു. അധികം ഒന്ന് വൃത്തികേടാകാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. പിന്നെ ജസ്റ്റ് ചുമ്മാ റാൻഡം ആയിട്ട് ഒരു റെഡ് പേപ്പർ ജസ്റ്റ് ഒന്ന് ചുളുക്കിയിട്ടൊക്കെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റൗണ്ട് ഷേപ്പിലൊരു ബ്ലാക്ക് പേപ്പർ വെട്ടിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ സെയിം നമ്മുടെ ബ്രൗൺ പേപ്പർ ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ്, ഇനി ഒരു ഡ്രൈ ഫ്ലവർ എന്തെങ്കിലും അല്ലെങ്കിൽ ലീഫോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചു. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ചെമ്പരത്തി ഇല്ലേ, അതിൽ ഇങ്ങനെ ആ പൂവിന്റെ അടിയിൽ ഇങ്ങനെ സ്റ്റെമ്മ് പോലെയൊക്കെ ഇരിക്കുന്ന സംഭവം. എനിക്കത് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നാൽ ഇതുപോലെ യൂസ് ചെയ്യാന്ന് തോന്നിയിട്ട് അന്ന് ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ. അപ്പൊ എന്തായാലും അത് നമുക്കിപ്പോൾ യൂസ് ആയി. എനിക്കിത് ചുമ്മാ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയപ്പോൾ തന്നെ നല്ല ഇഷ്ടപ്പെട്ടു. ദെൻ ഞാൻ എടുക്കുന്ന നമ്മുടെ ചെമ്പരത്തിയുടെ തന്നെ ഈ പൂമ്പൊടി എന്ന് പറയില്ലേ, ആ ഒരു സംഭവം, അതും എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ച് ചെയ്താലും നല്ല ഭംഗി ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ ഇങ്ങനെ ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് പറിച്ചെടുത്തിട്ട് ബുക്സിൽ വെക്കുകയാണ് ചെയ്യുന്നത്. പ്രസ്സിങ് മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത്. അത് കുറേ നാൾ അവിടെ ഇരുന്നിട്ട് ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ പോയി പൊക്കിയൊക്കെ നോക്കും, എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ. നമ്മൾ നോക്കുമ്പോഴത്തേക്കും എല്ലാം ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ ജേർണൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുക, ഫസ്റ്റ് ടൈം ആണെങ്കിൽ പോലും. കാരണം വേറൊന്നുമല്ല കേട്ടോ, ഇതിന് പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യാവൂ അങ്ങനെ റൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും റാൻഡം ആയിട്ട് കുറേ സംഭവങ്ങൾ ഒട്ടിച്ചെടുത്താൽ ഓക്കെ ആയി കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. പിന്നെ ചില സംഭവങ്ങളൊക്കെ ഓക്കെ ആയോ ഇല്ലയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, ഞാനങ്ങ് ചെയ്യുവാണ്. ദെൻ ഞാനൊരു നെക്സ്റ്റ് ഒരു പേജും കൂടി ചെയ്യാമെന്ന് വിചാരിക്കട്ടെ. കാരണം എനിക്ക് കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, സ്റ്റിക്കേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓണത്തിന് കുറേ റിലേറ്റഡ് പിക്ചേഴ്സ് ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് ഇനി ഈ സംഭവങ്ങൾ വേറൊരിടത്തും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ, അപ്പോൾ അതെനിക്ക് മിസ്യൂസ് ചെയ്യാനും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു പേജ് കൂടി ചെയ്യാം, ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് കവർ ചെയ്ത് വെക്കാമെന്ന് ഞാൻ വിചാരിക്കാം. നിങ്ങൾക്ക് ജേർണൽസ് കണ്ടിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സജഷൻസ് എന്നോട് പറയാനുണ്ടെങ്കിൽ ശരിക്കും കമൻസിൽ പറയണം കേട്ടോ. അപ്പം ഞാനൊരു ബിഗിനർ ആണല്ലോ, അപ്പോൾ എനിക്കും കുറച്ച് പഠിക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണമെങ്കിൽ. കാരണം എനിക്കിത് അധികം അറിയില്ല. ഞാനും ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് കണ്ട് സത്യം പറഞ്ഞാൽ നല്ല ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുക കേട്ടോ. കാരണം അതിൽ കുറേ പേരുടെ പേര് പറയുകയാണെങ്കിൽ കുറേ പേരുടെ പേര് ഇങ്ങനെ എടുത്ത് പറയേണ്ടി വരും. ഒരുപാട് പേരുടെ ജേർണൽസ് കണ്ട് ശരിക്കും ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു സ്പേസിൽ ഞാനിങ്ങനെ ഒരു മെമ്മറി പോക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ നല്ല മൊമെൻറ്റ്സും കുറേ ഓണം ഫെസ്റ്റിവൽ അങ്ങനെയുള്ള കുറേ മെമ്മറീസ് ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പിക്ചേഴ്സോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും എഴുതുകയോ അല്ലെങ്കിൽ പിക്ചേഴ്സ് സ്റ്റിക്ക് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും മെമ്മറി ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ചെയ്യാമെന്ന് വിചാരിക്കാം കേട്ടോ. ഈ ജേർണൽ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് വന്നൊരു സംഭവം ഈ പൂക്കൾ ഈ ഡ്രൈ ആയ സംഭവം ഒന്ന് സ്റ്റിക്ക് ചെയ്യാനായിരുന്നു.
ആദ്യം ഞാൻ ഗമ്മ് കയ്യിലെടുത്തിട്ടൊക്കെ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ആ പൂവിൻ്റെ ഇതളൊക്കെ ഇളകി വരാൻ തുടങ്ങി. പിന്നെ ഞാനൊരു ബ്രഷ് എടുത്തിട്ട് പതിയെ ഇങ്ങനെ ചെയ്ത് നോക്കി. പക്ഷെ എന്നാലും ഒട്ടിക്കുമ്പോഴൊക്കെ അത് തന്നെ തനിയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ഏകദേശം സംഭവം സത്യം പറഞ്ഞാൽ കുളമായി. പിന്നെ ഞാൻ ഒരു ബ്ലാക്ക് ജെൽ പെന്നൊക്കെ എടുത്തിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒരു ഇങ്ങനെയൊക്കെ ഒന്ന് വരച്ചൊക്കെ കൊടുത്തു. ഒന്ന് മേക്കപ്പ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഞാൻ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് റൈറ്റിങ്സ് ആണുള്ളത്. അപ്പം ഈ മന്തിൽ എനിക്കുണ്ടായ കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ നോട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും ഒരു പുതിയൊരു ജേർണൽ സ്റ്റാർട്ട് ചെയ്തല്ലേ, അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പം ഞാൻ എന്താ ഇനി എക്സ്പെക്ട് ചെയ്യുന്നതെന്നൊക്കെ ജസ്റ്റ് ഒരു ചെറിയൊരു നോട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് റാൻഡമായിട്ട് എൻ്റെ മൈൻഡിലുള്ള ഒരു ഫീലിങ്സ്, എസ്പെഷ്യലി ഈ മന്ത് എനിക്ക് എങ്ങനെയായിരുന്നു, ഹാപ്പി ആയിരുന്നോ അല്ലയോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഴുതുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓണം ഫെസ്റ്റിവലിനെ പറ്റിയിട്ട് ജസ്റ്റ് ചെറിയൊരു ബ്രീഫായിട്ടൊരു നോട്ട്സ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് ആരെങ്കിലും നമ്മുടെ ജേർണൽ എടുത്ത് നോക്കിയാൽ അവർക്ക് ഓണം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെയൊക്കെ എൻ്റെ ഒരു ഐഡിയ കേട്ടോ. ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. ഇവിടെ ഞാൻ കൂടുതലും കൊടുത്തേക്കുന്നത് നമ്മുടെ ഓണത്തിൻ്റെ കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഈ കൊട്ടും കുരവയും പിന്നെ ഓണസദ്യ അങ്ങനെയൊക്കെ. അപ്പം എൻ്റെ ഫേവറേറ്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഓണത്തിന് കുറേ ഗെയിംസ് ഒക്കെ കളിക്കില്ലേ, അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ബ്രീഫായിട്ടൊരു നോട്ട്സ് കൊടുത്തു. പിന്നെ ഇത് ഞാൻ നമ്മുടെ സാധാരണ പേപ്പറില്ലേ അതിൽ കഫേ പോയിട്ട് പ്രിൻ്റ് എടുത്ത കുറച്ച് ഫോട്ടോസ് ആട്ടോ. അതായത് നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ ഓണം സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ 2-3 പിക്സ് അത് ഒട്ടിക്കാന്ന് വിചാരിക്കുക. പിന്നെ ആ ഒരു ഓണം സെലിബ്രേഷനെ പറ്റിയിട്ട് എങ്ങനെയാണെന്നുള്ളൊരു ചെറിയൊരു ഷോർട്ട് നോട്ട് കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചേഴ്സ് ഞാൻ നമ്മുടെ സാധാരണ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ പ്രിൻ്റ് എടുക്കാനാ ഫോട്ടോസ് എടുക്കാനാന്ന് പറഞ്ഞ് എടുത്താട്ടോ. അങ്ങനെ വലിയ പൈസ ഒന്നും ആയില്ല, എനിക്ക് 20 റുപ്പീസ് എന്തോ ആയിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മുടെ ജേർണൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ജേർണൽ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.